ഇവരെ എന്നും ഇങ്ങനെയാണ്. ഞാൻ അടുത്തെത്തുമ്പോൾ ഇവർ ഭക്ഷണത്തിന് വേണ്ടി ഓടി വരും. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്താനുള്ള ഏറ്റവും മനോഹരമായ മാർഗം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ്. അത് ഒരു സ്നേഹഭാഷയാണ്. നല്ല ഭക്ഷണം പങ്കിടുന്നത് ബന്ധം ശക്തിപ്പെടുത്തുകയും സന്തോഷമുണ്ടാക്കുകയും ചെയ്യും. ഞാനിങ്ങനെ ചെല്ലുമ്പോൾ അവർ എൻ്റെ കൈയിൻ്റെ അടുത്തേക്ക് ഓടി വരും. ഇവർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും നമ്മുടെ രൂപം, ചലനം എന്നിവയിലൂടെ അവയുടെ ഉടമയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവാം. നമ്മൾ അടുത്ത് ചെല്ലുന്നത് ഭക്ഷണത്തിൻ്റെ സൂചനയായി മാറിയിരിക്കുന്നു. അത് അവർക്കറിയാം. നമ്മൾ ഭക്ഷണവും സ്നേഹവും നൽകുന്നവരാണെന്ന് അവയ്ക്ക് മനസ്സിലാവും. ഈ വിശ്വാസം അവയെ നമ്മോട് അടുപ്പിക്കുന്നു. മറ്റ് ജീവികളുടെ വിശ്വാസം നേടുന്നതിന് ഭക്ഷണം മാത്രമേ ആവശ്യമുള്ളൂവെങ്കിൽ മനുഷ്യബന്ധങ്ങൾക്ക് പരസ്പര ബോധം, ആത്മീയ ബന്ധം, സംവാദം, ത്യാഗം എന്നിവ ആവശ്യമാണ്. ഒരു ബന്ധത്തിൽ സ്ഥിരതയും വിശ്വസനീയതയും വളരെ പ്രധാനമാണ്. മനുഷ്യബന്ധങ്ങളിലും സ്ഥിരത വിശ്വാസം ഉണ്ടാക്കുന്നു. അവരുടെ വിശ്വാസം, പരിചയം, സ്നേഹം എന്നിവയുടെ പ്രകടനമാണ് ഇത്. ഈ സ്നേഹം ശരിക്കും വിലമതിക്കാനുള്ളതാണ്. അത് ഒരു ചെറിയ ജീവിത പാഠമാണ്. ഇത് ഞങ്ങളുടെ ഹല്ലു. എന്നും വരുമ്പോൾ കാറിൻ്റെ ശബ്ദം ഹോണടി കേട്ടാൽ ഓടി വരും. ഓടി വന്ന് കാലിനിങ്ങനെ വട്ടം ചുറ്റി തൊട്ട് തലോടി അവൾക്കുള്ള ഭക്ഷണം അതിനകത്താണ്. ഒരു സിപ്പപ്പ് എന്നും കിട്ടും. അതിനു വേണ്ടിയുള്ള സോപ്പാണ് ഈ കാണുന്നതൊക്കെ. കണ്ടില്ലേ, കാലിനിങ്ങനെ ഉരസി നടന്നുകൊണ്ടിരിക്കും. ഇനി മുഖം കണ്ടാലുണ്ടല്ലോ എന്തൊരു സ്നേഹമായിരിക്കും ആ കണ്ണിലേന്നറിയോ. വാതിൽ തുറക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അതുവരെയുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്നേഹം കാണിക്കുകയാണ്. ഇനി വാതിൽ തുറന്നാലുണ്ടല്ലോ മുന്നിൽ അവളായിരിക്കും. സിപ്പപ്പ് വെക്കുന്ന സ്ഥലം അവൾക്കറിയാം. അത് കിട്ടിയ പിന്നെ അത് കഴിച്ച് അവിടെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങും.